മുൻമന്ത്രി കെ ശൈലജയ്ക്കെതിരെ അഴിമതി ആരോപണവുമായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 250 കോടി രൂപ കമ്മീഷൻ തട്ടിപ്പ് നടത്തി എന്നാണ് ആരോപണം. സംസ്ഥാനത്ത് 108 ആംബുലൻസ് പദ്ധതിയിലാണ് അഴിമതി നടന്നിട്ടുള്ളതെന്നും പറയുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേർന്നുണ്ട്. പ്രശാന്ത്, ചെന്നിത്തലയുടെ ആരോപണങ്ങൾ എന്തൊക്കെയാണ്? ാണ് രമേശ് ചെന്നിത്തല, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജയ്ക്കെതിരെയാണ് ഇപ്പോൾ ആരോപണമായി ഉന്നയിച്ചിരിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 108 ആംബുലൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് 250 കോടി രൂപയുടെ കമ്മീഷൻ തട്ടിപ്പ് നടത്തി എന്നതടക്കമുള്ള ഒരു ഗുരുതരമായിട്ടുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. 2019-24 കാലത്ത് 5017 കോടി രൂപയ്ക്കാണ് 316 ആംബുലൻസുകളുടെ നടത്തിപ്പ് 5 വർഷത്തേക്ക് സെക്കന്ദരാബാദ് ആസ്ഥാനമായ ഒരു ബഹുരാഷ്ട്ര കമ്പനിക്ക് നൽകുന്നത്. 2025-30 കാലഘട്ടത്തിൽ 335 ആംബുലൻസുകളുടെ നടത്തിപ്പ് ഇതേ കമ്പനി ടെൻഡർ എടുത്തു. 293 കോടി രൂപ മാത്രമാണ് നൽകിയത്. തീവട്ടിക്കൊള്ളയാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ഒരു വലിയ പരാമർശം നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ ഇത്തരത്തിൽ ഈ കോവിഡ് കാലത്തെല്ലാം തട്ടിപ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം പുറത്തു വന്നിരുന്നു. സമാനമായ രീതിയിൽ ഒരു തീവട്ടിക്കൊള്ളയാണ് നടത്തിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല ആരോപിക്കുന്നത്. മുഖ്യമന്ത്രിക്കും അന്നത്തെ ആരോഗ്യമന്ത്രിക്കും ഇതിൽ പങ്കുണ്ട്, മറുപടി പറയണമെന്ന അടക്കമുള്ള കാര്യങ്ങൾ രമേശ് ചെന്നിത്തല ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക തട്ടിപ്പ് നടത്തി എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ രമേശ് ചെന്നിത്തല പങ്കുവച്ചിരിക്കുന്നത്. അതിലാണ് ഈ 250 കോടിയിൽ പരം രൂപയുടെ കമ്മീഷൻ തട്ടിപ്പ് നടത്തി എന്നടക്കമുള്ള ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് രമേശ് ചെന്നിത്തല നടത്തിയിരിക്കുന്നത്. വിഷ്ണു. ശരി, പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്.